എല്ലാവർക്കും എൻ്റെ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയൊക്കെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. സവാള നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ച് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. കൊഞ്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റ് അത് ഇടുമ്പോൾ. നമുക്ക് ഈ അരപ്പും ആ മീറ്റ് മസാലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ആ അരപ്പിന്റെ പച്ച ചുവയൊന്ന് മാറാനായിട്ട് അടച്ചു വെച്ചേക്കാം. അതിനുശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 2 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞ് ഇനി തുറക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമുണ്ട് കേട്ടോ. നമ്മൾ ആ മീറ്റ് മസാല അതിനാ ചേർക്കുന്ന ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ കൊഞ്ച് തോരൻ്റെ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് തോരൻ്റെ തയ്യാറായിട്ടുണ്ട്. അധികം സമയമൊന്നും എടുക്കില്ല. കൊഞ്ചിന് വേവ് കുറവാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കുന്ന സമയം മതിയാവും. നല്ല കിടില ടേസ്റ്റിൽ എളുപ്പത്തിലൊരു കൊഞ്ച് തോരൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.